ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു മാംഗോ കേക്കാണ്, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ. ഞാൻ കേക്ക് എക്സ്പെർട്ടും അല്ല, കേക്ക് ഉണ്ടാക്കിയിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊരു ഞായറാഴ്ചയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണല്ലോ, അപ്പോൾ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൽ എളുപ്പമല്ലായിരുന്നു. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ക്രീമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ക്രീമൊക്കെ ഉണ്ടാക്കി ബട്ടർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്ക്, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ടേസ്റ്റ് വൈസ് സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അതാണ് കേട്ടോ. ആദ്യം ഒരു മാംഗോ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാനിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ലൂസായിട്ട് കിട്ടും. ഇനി അതൊന്ന് നന്നായി ഒന്ന് ഡ്രൈ ആക്കണം കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇത് നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ കൂടിയിട്ട് തീരെ മധുരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര പഞ്ചസാര ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. അപ്പം ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ചട്ടിയിലിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. നമുക്കതിന് മാറ്റി വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് കേക്കിലേക്ക് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി നന്നായി അതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരിച്ചെടുക്കുന്നതിനനുസരിച്ച് നന്നായി കേക്ക് നല്ല പൊന്തി വരും ചെയ്യും, നല്ല സോഫ്റ്റ് ആവും ചെയ്യും കേട്ടോ. ഇത് 2-3 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട എടുത്തിട്ട് നന്നായി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല പൊന്തി വരും ചെയ്യും, നല്ല ഫ്ലഫി ആവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വിസ്ക് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. വിസ്ക് വെച്ചാൽ കൈക്ക് കുറച്ച് കൂടുതൽ നേരം ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറേശ്ശെ ആയിട്ടാണ് ചേർക്കേണ്ടത് കേട്ടോ. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ചേർക്കരുത്. ഞാൻ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതും ഞാനൊരു 2-3 മിനിറ്റ് ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഒഴിച്ച ശേഷം ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഇനി എൻ്റെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടി ഒഴിച്ചിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അതൊന്നും ഇങ്ങനെ പൊന്തി വരും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് നന്നായി പൊന്തി വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ മാംഗോ ചേർക്കാം കേട്ടോ. നേരത്തെ മാറ്റി വെച്ചില്ലേ മാംഗോയുടെ പ്യൂരി ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് അതിലേക്ക് ഇടുക. അപ്പോൾ അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ മോനാണ് ഇപ്പോൾ അതിങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ രീതിയിൽ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് വരികയേ വേണ്ടുള്ളൂ. ഒരുപാട് ഓവർ മിക്സിങ് പാടില്ല. ഉണ്ടാകുമ്പോൾ കേക്ക് പൊന്തി വരില്ല. പിന്നെ അതിൽ ബബിൾസൊക്കെ വരും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലും കൂടി ഒഴിച്ച് അതൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊന്ന് കൊട്ടിക്കളയാം കേട്ടോ. അപ്പോൾ അത് അടുക്കി പിടിക്കണേന്. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഒന്നും ഇല്ല. അപ്പോൾ അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ മാംഗോ കേക്കിൻ്റെ ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇത്ര വലിയ പാത്രം ഉപയോഗിച്ചത് വേറെ പാത്രം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ പാത്രം ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ഉള്ളത് കാരണം അങ്ങനെ വെച്ചെന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ചെയ്ത് നോക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു കുക്കർ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയൊരു കുക്കറാണ്. ഇനി അതിൻ്റെ അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു പഴയ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 45 മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല വെന്തിട്ടുണ്ട്. പിന്നെ
നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഉണ്ട്, ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ ഉണ്ട്. ഇത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാൻ. കുക്കറിൻ്റെ വിസിലൊന്നും ഇടണ്ട, അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, കേക്കിൻ്റെ അടിഭാഗമൊക്കെ നന്നായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, നമുക്ക് ക്രീം ഒന്ന് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് രണ്ടായിട്ട് കേട്ടോ കട്ട് ചെയ്യുന്നുള്ളൂ, മൂന്നെണ്ണമായിട്ട് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയ കേക്കായ കാരണം രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കണ്ടില്ല, ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല സ്പഞ്ചി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിപ്പിംഗ് ക്രീമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഞാൻ പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ബട്ടർ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി അതൊന്ന് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറേശ്ശെ പൊടിച്ച പഞ്ചസാര ഇടുക, പിന്നെ പാലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി ഇതൊന്നും ഇങ്ങനെ കുറച്ച് ഇതായി ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ പാലും പൊടിച്ച പഞ്ചസാര ഇങ്ങനെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ല ആ ടേസ്റ്റും കൂടി വരുവേ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ ഇത് നന്നായി ഇതൊന്നുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കേണ്ടുള്ളൂ കേട്ടോ, പൊടിച്ച പഞ്ചസാര. അപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി ഇത് ഞാനിവിടെ 500 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ബട്ടർ. അപ്പം നമുക്ക് കേക്കിലേക്ക് ആവശ്യമുള്ള ബട്ടർ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇതുപോലെ പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് തിക്കാകുമ്പോൾ ഒന്ന് കുറച്ച് പാലിങ്ങനെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കേക്കിലേക്ക് ആവശ്യമുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ പ്യൂരി ഉണ്ടാക്കണം കേട്ടോ, അത് കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സിയിൽ അടിച്ച ശേഷം നന്നായി ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ അടിച്ചെടുക്കുക. ഇനി ഇതൊന്നായി അരിച്ചെടുത്തിട്ട് അതിൻ്റെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊരു പാനിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വറ്റിക്കൊന്നും വേണ്ട, കേക്കിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള മധുരം കൂടി, അപ്പോൾ നമുക്ക് എത്ര മധുരം വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഇതൊന്നും ഇങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഇങ്ങനെ തിക്കാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിലൊരു മാംഗോ പ്യൂരി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കേക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിലുള്ള മധുരം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി കേക്കിൻ്റെ മേലെ അത് നന്നായി ഒന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ കേക്ക് നന്നായി ഒന്ന് വെറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അതിലേക്ക് ഈ പാൽ ഒഴിക്കാം കേട്ടോ. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച മാംഗോ പ്യൂരി നമ്മുടെ ബട്ടറിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് മാംഗോയുടെ ഫ്ലേവർ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ചും കൂടി മാംഗോ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അതൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് നമുക്ക് കേക്കിൻ്റെ മേലെ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നന്നായി എല്ലാ ഭാഗവും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കേക്കിൻ്റെ ഭാഗം കൂടി വെച്ചിട്ട് അതിൽ നന്നായി പാലൊഴിച്ചിട്ട് അതൊന്ന് വെറ്റാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള ക്രീമും കൂടി തേച്ചിട്ട് നന്നായി ഒന്ന് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ക്രീമും അതിൻ്റെ മേലെ ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് തിക്കാക്കിയിട്ട് തന്നെ പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മേലൊക്കെ ക്രീമൊക്കെ തേക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്നൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാംഗോയുടെ പ്യൂരി ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി വെച്ച, അത് അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ മേലെ ഒഴിക്കുക കേട്ടോ. അപ്പം ഇനി ഇത് അങ്ങനെ ഒഴിച്ചാൽ പിന്നെ കുറച്ചൊക്കെ താഴേക്കും ഇങ്ങനെ ഒഴിച്ചിറങ്ങുന്ന രീതിയിൽ വേണം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം മൊത്തത്തിലൊന്ന് തേച്ച് നിൽക്കുന്നുണ്ട്. അതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിന്മേൽ നന്നായിട്ടൊന്ന് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്ഷൻ ഇല്ലെങ്കിലും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മാംഗോയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഇനി കുറച്ച് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മോൻ്റെ പണിയാണ് ഇതൊക്കെ, എനിക്കതിന് പറ്റിയുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ക്രീമൊക്കെ വെച്ച് തേച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ മാംഗോ കേക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി കേക്കാണ്. നമുക്ക് ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ടേസ്റ്റ് വൈസ് സൂപ്പറാണ്. പിന്നെ നമുക്ക് കോസ്റ്റ് ആണെങ്കിൽ ലോ കോസ്റ്റ് ആണ്. അപ്പോൾ മറ്റേത് എത്ര കാശ് കൊടുത്തിട്ട് നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കേക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ച് നേരം മെനക്കെട്ടാൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വലിയ അറിവൊന്നും വേണമെന്നൊന്നുമില്ല, അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല, കേക്ക് ഇങ്ങനെ ഇതാവും എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ കേക്ക് നമുക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെതായ സംതൃപ്തി നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ട്രൈ ചെയ്യണം, എല്ലാവരും പറയണല്ലോ. അപ്പോൾ ടേസ്റ്റ് വൈസ് സൂപ്പർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടിയും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം, കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ മുറിക്കുന്നതിനേക്കാളും ടേസ്റ്റ് അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് പിറ്റേ ദിവസം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കേക്ക് നല്ല തണുപ്പിൽ കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.